Hi all. Letting losses run is the most serious mistake made by most of the investors. William Neal. It's me Lindo. Welcome back to Trading Milestone. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു സയൻറ്റിസ്റ്റിൻ്റെ കാര്യം അല്ലേ, അതായത് ജെസ്സി ലിവർമോറിൻ്റെ സ്റ്റോറിയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ട്രേഡേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് തന്നെ ഓപ്ഷൻ ബയേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വേറൊരു വീഡിയോ ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ അല്ലെങ്കിൽ സെല്ലിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലംസ് പറയുന്നതിന് മുമ്പ് ഇപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പലർക്കും എന്താണ് ഓപ്ഷൻസ് അല്ലെങ്കിൽ എന്താണ് സത്യത്തിൽ അവിടെ നടക്കുന്നത് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ചെറിയൊരു അവലോകനത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫ്ലി ഒരു ഇൻട്രൊഡക്ഷൻ നടത്താം. ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ട്രേഡേഴ്സാണ്, വളരെ നല്ല ട്രേഡേഴ്സാണ് ഈ കൂടുതലുള്ളത്. നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നവരുണ്ട്. എന്നാലും കുറച്ച് ന്യൂ കമേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് ഓപ്ഷൻസ് എന്ന് ജസ്റ്റ് അതേക്കുറിച്ചൊരു ബ്രീഫ് ഒരു ഡിസ്ക്രിപ്ഷൻ തരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം എന്താണ് ഓപ്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, ഇറ്റ്സ് എ ഡെറിവേറ്റീവ്സ്. ഓപ്ഷൻസ് ആർ ഡെറിവേറ്റീവ്സ്. ദ വാല്യൂ ഓഫ് ഓപ്ഷൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈങ് അസെറ്റ്. ഞാൻ ഒന്നുകൂടി എൻ്റെ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു അണ്ടർലൈങ് അസെറ്റ് എന്ന് ഇപ്പം നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഓപ്ഷൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് അതിനൊരു വാല്യൂ ഇല്ല. ഈ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൻ്റെ ആ ഒരു അസെറ്റിൻ്റെ വാല്യൂ ഡിറൈവ് എടുത്തിരിക്കുകയാണ് ഈ ഓപ്ഷനിൽ. ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരം ഉണ്ട്, പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ. എന്താണ് പുട്ട് ഓപ്ഷൻ എന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ട് ഞാനിവിടെ പറയുകയാണ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ സാധിക്കും. ഓപ്ഷന് നമുക്ക് വാങ്ങാനും സാധിക്കും, വിൽക്കാനും സാധിക്കും അല്ലേ, ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ. പക്ഷേ വിതിൻ ദ എക്സ്പയറി ഡേറ്റ്. എല്ലാ ഓപ്ഷൻസിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ എക്സ്പയറിയോട് കൂടി ആ ഒരു കോൺട്രാക്റ്റ് അവിടെ തീരുകയാണ്. ആ ഓപ്ഷൻ എന്ന് പറയുന്ന ബൈയിങ് ആയാലും സെല്ലിംഗ് ആയാലും അത് എക്സ്പയറി വരെയുള്ളൂ. അപ്പോൾ ഓരോ സ്റ്റോക്സിനും അല്ലെങ്കിൽ ഇൻഡെക്സിലായാലും ശരി ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ ഒരു കാലയളവിലാണ്, ആ ഒരു നിശ്ചിത കാലയളവിലാണ് നമ്മൾ ഓപ്ഷൻസ് ബൈ ചെയ്യുകയും ഹോൾഡ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഓപ്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. കോൾ ഓപ്ഷൻ എന്നും തിരിക്കാം, പുട്ട് ഓപ്ഷൻ എന്നും തിരിക്കാം. എന്താണ് കോൾ ഓപ്ഷൻ? അതായത് നമ്മൾ വാല്യൂ ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു അസറ്റ് ഉണ്ടല്ലോ, ആ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. അപ്പം ആ ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടും തോറും നമുക്ക് കോൾ ഓപ്ഷൻ്റെ വാല്യൂ ഇവിടെ കൂടുകയും നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അതാണ് കോൾ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ എന്താ? പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ ദ അണ്ടർലൈങ് അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് പുട്ട് ഓപ്ഷനിൽ നമ്മുടെ പ്രോഫിറ്റ് കിട്ടുന്നത്. ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഓപ്ഷൻ ബയേഴ്സ് ഉണ്ട്, ഓപ്ഷൻ സെല്ലേഴ്സ് ഉണ്ട്. ഇനി ഒരു കാര്യം പറയട്ടെ, സത്യത്തിൽ ഈ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് പർപ്പസ് ആയിട്ട് മാത്രമല്ല. സത്യത്തിൽ ഈ ഓപ്ഷൻ കണ്ടുപിടിക്കപ്പെട്ടത് തന്നെ നമുക്ക് അതിൽ ഓപ്ഷനിൽ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നൊരു കാര്യമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഒരു ഇൻഷുറൻസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു ഇൻഷുറൻസ് ഉണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങി, അത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ടാറ്റ മോട്ടോഴ്സ് ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കേട്ടോ. ഒരു സ്റ്റോക്ക് വാങ്ങുന്നു നമ്മൾ. ആ സ്റ്റോക്ക് നമ്മൾ പ്രൈസ് മുകളിലോട്ട് പോകും എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ സ്റ്റോക്സ് ബൈ ചെയ്യുന്നത്. സോ ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്യുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അത് ഡിക്രീസ് ആവുകയാണെന്ന് നമ്മൾ കണ്ടു. നമ്മൾ കുറേ സ്റ്റോക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 1000 സ്റ്റോക്കാണ് നമ്മൾ വാങ്ങിയത്. എന്നാൽ നമ്മൾ വാങ്ങിയതിൽ നിന്നും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് താഴേക്ക് പോകുന്നതായിട്ട് കണ്ടു. അവിടെ ഒരു ബിഗ് ഫോൾ എന്നുള്ളൊരു ചാൻസ് പെട്ടെന്ന് നമ്മൾ കാണുകയാണ്. ന്യൂസ് ബേസിലാവാം, എന്തെങ്കിലുമൊക്കെ റീസൺസ് മൂലം സ്റ്റോക്ക് ഫോൾ വരുന്നു. നമ്മൾ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് ഹെഡ്ജിങ്ങിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. എന്താണ് ഹെഡ്ജിങ് എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്ഷൻസ് ഉപയോഗിക്കേണ്ടത് സത്യത്തിൽ. അതായത് നമ്മളിപ്പോൾ പ്രൈസ് അവിടെ ഫോളിങ് നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓപ്ഷനിൽ വന്നിട്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക.
നമ്മൾ പറഞ്ഞു പുട്ട് ഓപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? മാർക്കറ്റ് പ്രൈസ് താഴേക്ക് പോകുമ്പോൾ നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു രീതിയാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത് ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു അസറ്റിന്റെ സ്റ്റോക്ക് വാങ്ങി ആ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകുന്നു എന്ന് കണ്ടാൽ വേഗം നമ്മൾ എന്ത് ചെയ്യുക? ഓപ്ഷനിൽ വന്ന ശേഷം ആ സ്റ്റോക്കിന്റെ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങുക, അവിടെ ഹെഡ്ജ് ചെയ്യുക. സോ നമ്മുടെ ലോസസിനെ തടയാനും നമ്മുടെ റിസ്ക് അഫോർഡബിൾ ആക്കാനും അത് നമ്മളെ സഹായിക്കും. സത്യത്തിൽ ഇതാണ് ഓപ്ഷൻസിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ആളുകൾ കൂടുതലായിട്ടും ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞല്ലോ, ഓപ്ഷൻ സെല്ലിങ്ങിൽ നമുക്ക് വളരെ നല്ല കീ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ബേസിക്കലി ഞാനൊരു ഓപ്ഷൻ സെല്ലറാണ്. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ലാഭത്തെ കുറിച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അതായത് ഞാൻ എൻ്റെ ട്രേഡിംഗ് മെത്തേഡുകൾ ഞാൻ പറയാം, എങ്ങനെ ഓപ്ഷൻ സെല്ലിലൂടെ എനിക്ക് എങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ആദ്യമൊക്കെ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വന്ന ഒരു സമയങ്ങളിൽ ഞാൻ ഒരു നേക്കഡ് ഓപ്ഷൻ ബയ്യർ ആയിരുന്നു. അതായത് നമ്മൾ നേക്കഡ് ബൈയിങ് എന്ന് പറയുമല്ലോ, അതായത് ഒരു ഇൻഷുറൻസ് ഇല്ലാതെ, അതായത് ജസ്റ്റ് അങ്ങ് ബൈ ചെയ്യുന്നു, പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു, ആ ഒരു രീതി. അപ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാർക്കറ്റ് പോകുമ്പോഴേക്കും നമുക്ക് ഭീമമായ ലോസസ് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഓപ്ഷൻ ബൈയിങ് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ടൈം ഡീക്ക് എഫക്റ്റ് വരും. ടൈം ഡീക്ക് എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വാങ്ങുന്ന ഒരു പ്രൈസിന്റെ റേറ്റ് പോലും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പം ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് സ്കാൽപ്പേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മണി കിട്ടുന്നുണ്ടാവാം, നല്ല പ്രോഫിറ്റ് കിട്ടും. പക്ഷേ കുറേ ദിവസങ്ങൾ ചെയ്തു വരുമ്പോഴേക്കും അത് നമ്മുടെ സൈക്കോളജിയെ അഫക്റ്റ് ചെയ്യുകയും നമുക്കത് ഹ്യൂജ് ലോസസിലേക്ക് വരുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ സത്യത്തിൽ ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഓപ്ഷൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് വന്ന ഒരു കാലത്ത് വന്നു തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് അത്യാവശ്യം ടെൻഷൻ ഇല്ലാതെ ഈ ഒരു ഫീൽഡിൽ നിൽക്കാനായിട്ട് സാധിച്ചു. സത്യത്തിൽ ഞാനിപ്പം ശരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും ഞാനൊരു ഓപ്ഷൻ സെല്ലർ തന്നെയാണ്. പിന്നെ ഫ്യൂച്ചറിൽ ആണ് ഞാൻ കൂടുതൽ ബൈ ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ ബൈ ചെയ്യുകയും അവിടെ എന്തെങ്കിലും ഒരു ലോസസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹെഡ്ജ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉപയോഗിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറയാൻ പോകുന്നത് ഇനി ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ റിസ്കുകളെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഓപ്ഷൻ ട്രേഡിങ്ങിൽ സംഭവിക്കാൻ സാധ്യതയുള്ള റിസ്കുകളാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇതുപോലെ ഒരുപാട് റിസ്കുകളുണ്ട് ഓപ്ഷൻ ട്രേഡിങ്ങിൽ. അസൈൻമെന്റ് റിസ്ക്, കോംപ്ലക്സിറ്റി റിസ്ക്, സൈക്കോളജിക്കൽ റിസ്ക്. ഇങ്ങനെ ഞാൻ റിസ്കുകളെ പറ്റി മാത്രം പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാവരും, അല്ലെങ്കിൽ ട്രേഡിങ് പഠിപ്പിക്കുന്നവരും അല്ലെങ്കിൽ ട്രേഡിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെല്ലാവരും അതിൻ്റെ പോസിറ്റീവ് സൈഡ് ഒരുപാട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ റിസ്കുകളെ കുറിച്ച് പറയാനായിട്ടാണ് ആളുകൾ കുറവ് ഞാൻ നോക്കിയിട്ട്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ രണ്ട് വശങ്ങൾ ചിന്തിക്കണമല്ലോ. അപ്പോൾ എപ്പോഴും റിസ്കിനെ പറ്റി കൂടുതൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ലോസസ് വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ പ്രോഫിറ്റിനെ പറ്റി മാത്രം ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന ഒരു സക്സസിനെ പറ്റി മാത്രം സംസാരിക്കുന്നവരിൽ റിസ്കിനെ പറ്റി നമ്മൾ അവിടെ ചിന്തിക്കുന്നില്ല. നമ്മൾ ആ ഒരു ഓപ്ഷൻ ബൈ ചെയ്യുന്നു, ചെറിയ എമൗണ്ടിൽ ബൈ ചെയ്യുന്നു, നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു, അവിടെ നമ്മൾ റിസ്കിനെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല. എന്നാൽ ഏതൊരു ഫീൽഡിലായാലും അതിന് റിസ്കിനെ പറ്റി ചിന്തിക്കുക. ആ റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നോ നിങ്ങൾ വിജയിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരുപാട് റിസ്കിനെ കുറിച്ചിട്ട് പറയുന്നത്. സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പലതരം കോഴ്സ് ചെയ്തിട്ടുണ്ടാവാം. നമുക്ക് പല സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരുപാട് അറിവുകളുണ്ട് എന്താണ് ഓപ്ഷൻ ട്രേഡിങ്. അതുകൊണ്ടാണ് ആ ഒരു എന്താണെന്നുള്ള ആ ഒരു ടെക്നിക്കൽ സൈഡിലോട്ട് ഞാൻ അധികം പോവാത്തത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. റിസ്കിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് റിസ്ക് വരുന്നു, എങ്ങനെ ആളുകൾക്ക് ലോസസ് വരുന്നു, എന്തുകൊണ്ട് മെന്റലി ആളുകൾ ഡൗൺ ആകുന്നു, ആളുകൾക്ക് എങ്ങനെ തകർച്ച വരുന്നു ഓപ്ഷൻ ട്രേഡിങ്ങിൽ. അവസാനം നമ്മൾ ഈ സക്സസ് ആയിട്ട് മാത്രം ചിന്തിച്ച് പോസിറ്റീവ് സൈഡിലോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു റിസ്ക് വരുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് പലരും ഡിപ്രഷനിലോട്ട് പോകുന്നത്. മെന്റലി അവർക്ക് പ്രോബ്ലംസ് വരുന്നു. എങ്ങനെ അവരുടെ റിസ്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണമെന്ന് പോലും അവർക്കറിയില്ല. ചിലർ കഴിഞ്ഞ ദിവസമൊക്കെ ഓരോ ആളുകൾ പറയുകയാണ് 60 ലക്ഷം രൂപ വരെ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് കളഞ്ഞ ആളുകളാണ്. എന്തുകൊണ്ടാണ്? റിവെഞ്ച് ട്രേഡ് ചെയ്തിട്ട്. മാർക്കറ്റിനോട് റിവെഞ്ച് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മാർക്കറ്റിന്റെ ദിശയിൽ അവിടെ മൂവ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ളത് അവിടെ നിന്ന് എടുക്കുക. അല്ലാതെ നമുക്കൊരു ദിവസം ലോസ് വന്നു എന്നാൽ ശരി അടുത്ത ദിവസം ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കും. ചില കൺഫർമേഷൻ ബയാസുകളുണ്ട് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. അവരുടെ കൺഫർമേഷൻസ് പ്രീവിയസ് ആയിട്ട് സംഭവിച്ച ആ ഒരു കൺഫർമേഷൻസ് ശരിയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് ട്രേഡിൽ ഇത്രയ്ക്ക് ലോസ് വന്നതിൻ്റെ റീസൺ ഇങ്ങനെയാണ്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ മാർക്കറ്റിൽ നിന്ന് തന്നെ അത് മേടിക്കും. മാർക്കറ്റിനോട് മത്സരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് ഞാനിവിടെ റിസ്കുകളെ പറ്റി മാത്രം സംസാരിക്കുന്നത്. ഫേമസ് ആയിട്ടുള്ള ട്രേഡേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കണ്ടു പഠിക്കുന്ന കുറേ ട്രേഡേഴ്സ് ഉണ്ടല്ലോ. നമ്മൾ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും സ്ട്രാറ്റജി ബേസിലൊക്കെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവരാരും നേക്കഡ് ബൈയിങ് ചെയ്യുന്നില്ല. ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്നത് സത്യത്തിൽ
നേക്കഡായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ചെറിയൊരു തുകയ്ക്ക് ഓപ്ഷൻ ബൈ ചെയ്തിട്ടല്ല അവരാരും സക്സസ് ആയത്. നമുക്ക് ചിന്തിച്ചു നോക്കാം, ഒരു ഓപ്ഷൻ നമുക്ക് ഓപ്ഷനിൽ ബൈ ചെയ്യണമെങ്കിൽ ഒരു 5000 റുപ്പീസ് മതി എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ സെയിം ഓപ്ഷൻ നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ ഒരു 70,000 എബവ് വേണം. ഇപ്പം എനിക്ക് തോന്നുന്നു 75, 76 ആ റേറ്റിൽ വേണം ഇപ്പം നമുക്ക് ഓരോ ഓപ്ഷൻ സെല്ല് ചെയ്യണമെങ്കിൽ. അപ്പം നമുക്ക് ചിന്തിച്ചുകൂടെ, ഒരു 5000 റുപ്പീസിന് നമ്മൾ ബൈ ചെയ്യുന്ന ആ സെയിം ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ 70,000 വേണം. അപ്പം നമുക്ക് ചിന്തിക്കാം, എങ്ങനെയാണ്, അതെന്തുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് അവിടെ വന്നത്? ആ ഒരു ഡിഫറൻസ് അവിടെ വരുന്നതെന്ന് വെച്ചാൽ ആ റിസ്ക്കും അത്രയ്ക്ക് കൂടുതലാണ്. ഒരു 5000 വെച്ചിട്ട് ബൈ ചെയ്യുന്ന ഒരാളെടുക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ആ ഫുൾ ക്യാപിറ്റൽ റിസ്ക് ആണ് അവിടെ വരുന്നത്. കാരണം നഷ്ടപ്പെട്ടാൽ ഫുൾ ക്യാപിറ്റൽ ലോസ്. അല്ലെങ്കിൽ ഒരു 10,000, 20,000 ഒക്കെ വെച്ചിട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന വ്യക്തികൾക്ക് സംബന്ധിച്ച് വേറെ ഒന്നുമില്ല, ക്യാപിറ്റലാണ് അവരുടെ റിസ്ക് എന്ന് പറയുന്നത്. ഒരു ഫോൾ വന്നോ, ഓപ്പോസിറ്റ് സൈഡിലോട്ട് മാർക്കറ്റ് പോയോ, ക്യാപിറ്റൽ അടക്കം പോവുകയാണ്. ഈ പറയുന്നത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക എന്നുള്ള ആ ഒരു വ്യക്തികളെയാണ് ഞാനിവിടെ പറയുന്നത്. ഇത് ഇത്ര ആപ്റ്റായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനും ആദ്യം ട്രേഡിലോട്ട് വന്നപ്പോൾ സത്യത്തിൽ ഈ ഒരു ഫീൽഡ് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫീൽഡാണല്ലോ. കാരണം പുറമേ നോക്കുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ച് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, ആ ഒരു ചിന്തയാണ് ഈ ഓപ്ഷനിലോട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ച്. ആ ഒരു ചിന്തയോടെ വരുന്നവർ ഒരിക്കലും സെല്ലിങ്ങിലോട്ട് പോകത്തില്ല, അല്ലെങ്കിൽ കോൾ സ്പ്രെഡ് പോലത്തെ കാര്യങ്ങളിലോട്ട് പോകത്തില്ല, ഹെഡ്ജിങ് ചെയ്യത്തില്ല. അവരെന്താ ചെയ്യുന്നത്? ഏറ്റവും ഈസി മെത്തേഡിൽ മണി മേക്കിംഗ് ആണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. സോ ഒരു 20,000 കൊണ്ടുവരുന്നു, ഒരു 10 ലോട്ട് അല്ലെങ്കിൽ 20 ലോട്ട് എടുക്കുന്നു. 20 ലോട്ട് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. 20,000 ഒരു മാക്സിമം ലോട്ട്സ് എടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് പോയിന്റ് മൂവ് ചെയ്യുന്നു, എക്സിറ്റ് ആവുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു 2000-3000 രൂപയൊക്കെ ഒരു ദിവസം അവർ ഏൺ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എത്ര ദിവസം ഏൺ ചെയ്യുന്നത് കൂടി നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറയുന്നതെല്ലാം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. നേക്കഡ് ബൈയിങ് ചെയ്തിരുന്ന സമയത്ത് ഹ്യൂജ് ലോസസ് ആയിരുന്നു വന്നിരുന്നത്. കാരണം ഇതുപോലെ തന്നെ അന്നൊക്കെ ഞാൻ ഒരു സൈക്കോളജി പഠിച്ചു വരുന്ന ഒരു സമയമായിരുന്നു, നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ടില്ലായിരുന്നു. ആ ഒരു സമയങ്ങളിൽ ഹ്യൂജ് ലോസസ് എനിക്ക് വന്നു. ഒരു 20,000 ഇട്ട് ഓപ്ഷൻ ബൈ ചെയ്തു, നമുക്ക് ഒരാഴ്ച നമുക്ക് ലാഭം കിട്ടി, 2,000 ഒക്കെ വെച്ചിട്ട് ഒരാഴ്ച കിട്ടി. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും ക്യാപിറ്റൽ അടക്കം അവിടെ പോവുകയാണ്, ഫുൾ വാനിഷ്. വീണ്ടും എന്താ, അപ്പം നമ്മുടെ മൈൻഡ് അവിടെ വ്യത്യാസമാണ്, റിവെഞ്ച് ട്രേഡിലോട്ട് വരും. ഓക്കെ, എനിക്ക് കിട്ടിയില്ല, അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ സൈക്കോളജിക്കലി കറക്റ്റ് വർക്ക് ചെയ്യും. ഞാൻ കറക്റ്റ് എമൗണ്ട് ഇത്ര എടുക്കുകയുള്ളൂ. 20,000 ഇട്ട് വീണ്ടും ചെയ്യുകയാണ്, 2,000 വീതം ഡെയിലി കിട്ടുന്നു. നമുക്കത് പറ്റത്തില്ല. അത് മനുഷ്യൻ്റെ സൈക്കോളജി, മനുഷ്യന് ഒരിക്കലും അത് പറ്റില്ല. കാരണം നമ്മൾ ഗ്രീഡി നേച്ചറാണ്, ഹ്യൂമൻ ബീങ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ ഈ ഗ്രീഡി നേച്ചർ ബേസിലാണ്. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം നമ്മൾ. അത് നമുക്ക് ഈ ഓപ്ഷൻ ബൈയിങ്ങിൽ നടക്കത്തില്ല, ഈ നേക്കഡ് ബൈയിങ്ങിൽ നടക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ സെല്ലിങ്ങിലോട്ട് വരികയാണെങ്കിൽ അവിടെ അത്ര റിസ്ക് വരുന്നില്ല. ഞാനൊരിക്കലും ട്രേഡിങ്ങിൻ്റെ ക്ലാസ്സസോ അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ബൈ ചെയ്യുക, നമ്മൾ ഇങ്ങനെയാണ് കോൾ ഓപ്ഷൻ ബൈ ചെയ്യേണ്ട രീതികൾ, ഇത്ര ലോട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇന്ന ഒരു ബ്രോക്കറിൽ നമ്മൾ ചെയ്യുക, ലിവറേജ് കുറവാണ് അല്ലെങ്കിൽ ലിവറേജ് കൂടുതൽ തരുന്നുണ്ട്, ഇതൊന്നും എൻ്റെ കൺസേൺ അല്ല. ഞാൻ നിങ്ങളെ ട്രേഡിംഗ് കോഴ്സ് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്ന ഇത്രേ ഉള്ളൂ, നിങ്ങൾ മൈൻഡ് കൺട്രോളിങ് എപ്പോഴും ശ്രദ്ധിക്കുക, ട്രേഡിംഗ് സൈക്കോളജി വർക്ക് ചെയ്യുക. ഓപ്ഷൻ ബൈയിങ്ങിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, പക്ഷെ കറക്റ്റായിട്ടുള്ള ട്രേഡിംഗ് സൈക്കോളജി അവരൊന്നും നേക്കഡ് ബൈയിങ് അല്ല ചെയ്യുന്നത് കേട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയുകയാണ്, ഇപ്പം ഞാൻ ഓപ്ഷൻ ബയ്യറാണ്, ഇപ്പോൾ ഓപ്ഷനിൽ വന്നിട്ട് ഞാൻ ബൈ ചെയ്ത് ഇത്ര രൂപ ഉണ്ടാക്കുന്നുണ്ട്, എനിക്കത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം എനിക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. വെറുതെ നിങ്ങൾ കറക്റ്റായിട്ട് അവരോട് ചോദിച്ചു നോക്കൂ. ഓപ്ഷൻ ബൈ അങ്ങനെ നേക്കഡ് ബൈയിങ് ചെയ്തുകൊണ്ട് അങ്ങനെ നമുക്ക് നടക്കില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞിട്ട് നമുക്ക് വെറുതെ ഇരിക്കാനും പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാണ്, ഓപ്ഷൻ ബൈ ചെയ്ത് ഡെയിലി ഓപ്ഷൻ ബൈ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പയറി ദിവസം ബൈയിങ് അത്രയ്ക്ക് നടക്കുന്നില്ലല്ലോ, എക്സ്പയറിയിൽ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. ആ ഒരു സമയത്ത് പെട്ടെന്ന് ക്രൂഡ് ഓയിലിൽ പോയിട്ട് ചെയ്യുക. കാരണം എന്താ, ട്രേഡ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ, അഡിക്ഷൻ, ട്രേഡിങ് അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ സാറ്റർഡേ ഇല്ല, സാറ്റർഡേ ട്രേഡ് ഇല്ല. സോ വേറെ ഗോൾഡിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അതേക്കുറിച്ചിട്ട് പഠിക്കാതെ, അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഒന്നും ഇല്ല, ജസ്റ്റ് ചുമ്മാ പോകുന്നു, കുറച്ച് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു. ഇത് തന്നെ ക്രൂഡ് ഓയിലിൽ ബൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ബിറ്റ് കോയിനിൽ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ബേസിക്കലി നമ്മുടെ മൈൻഡ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രേഡിംഗ് സൈക്കോളജിയെ കുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കോഴ്സ് സെല്ല് ചെയ്യുന്നവരെല്ലാവരും പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നവരാണോ? ഇപ്പം നമുക്ക് പിയാൻഡിൽ അടക്കം കാണിക്കാനായിട്ടുള്ള ഒരുപാട് സെറ്റപ്പുകളുണ്ടല്ലേ. നമുക്ക് ഫേക്ക് പിയാൻഡിൽ വരെയും കാണിച്ച് ആളുകളെ അതിലോട്ട് ആകർഷിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട്, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഓപ്ഷൻ ബൈയിങ് പഠിപ്പിക്കാമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്ന രീതികൾ, ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ട സ്ട്രാറ്റജീസ് ഒരു ക്ലാസ് ആയിട്ട് ചെയ്യാമോ?
ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു 500 രൂപ ഒരാൾക്ക് 500 രൂപ പേയ്മെൻറ്റിൽ നമ്മളൊരു 3 hours ഒരു ക്ലാസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. എങ്ങനെ വന്നാലും ഒരു 50 പേര് അതിനകത്ത് ജോയിൻ ചെയ്യും. ആ 50 പേര് ജോയിൻ ചെയ്താൽ എനിക്ക് എത്ര രൂപ കിട്ടും? എനിക്ക് 50,000 rupees ആ ഒരു ക്ലാസ് കൊണ്ട് ഏൺ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ നമ്മൾ ഒരു ക്ലാസ് എടുത്ത് കൊടുത്ത് അല്ലെങ്കിൽ സ്ട്രാറ്റജി ബേസിൽ പഠിപ്പിച്ചിട്ട് ഓപ്ഷനിലോട്ട് വന്നിട്ട് നാളെ അവർക്ക് ഭീമമായ നഷ്ടം വരുമ്പോൾ അവരുടെ ആ ഒരു മാനസിക തകർച്ച, നമുക്കത് പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ആ ഒരു പൈസ നമുക്ക് ആ കിട്ടുന്ന 50,000 രൂപ എനിക്ക് ഓപ്ഷനിൽ എനിക്ക് ട്രേഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. എനിക്കൊരു മാസത്തിൽ ഒരുപാട് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് പ്രോഫിറ്റ് കിട്ടാനായിട്ട്. കറക്റ്റായിട്ട് നമ്മൾ പഠിച്ച സ്ട്രാറ്റജി ബേസിൽ ഞാൻ ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ആ ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ എല്ലാ ദിവസവും ഞാൻ ട്രേഡ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഇൻട്രാഡേയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് സത്യത്തിൽ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കറക്റ്റായിട്ടുള്ള വ്യൂസ് ഉള്ള ദിവസങ്ങളിൽ മാത്രം ട്രേഡ് ചെയ്യുക. പക്ഷേ മാർക്കറ്റിന് നമ്മൾ വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്, പഠിക്കണം, എല്ലാ ദിവസവും പഠിക്കണം. അല്ലാതെ ഇപ്പം കുറേ ദിവസം മാർക്കറ്റിൽ കയറാതിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നൊന്നല്ല. എല്ലാ ദിവസവും നമ്മൾ മാർക്കറ്റിൽ ഇരിക്കണം. പക്ഷേ നല്ല ട്രേഡ്സ് കിട്ടുമ്പോൾ മാത്രമേ ഞാനിപ്പോൾ ട്രേഡ് എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊരു മാസം ഒരു 4-5 ട്രേഡേ കിട്ടാറുള്ളൂ. അത് മതി, എനിക്കത് വർത്താണ്. പക്ഷേ വെറുതെ ഓപ്ഷൻ ട്രേഡിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരോടും നമുക്ക് പേയ്മെൻറ്റ് മേടിക്കാം, അതിനുശേഷം ക്ലാസ്സസ് എടുക്കാം. ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കും. നമുക്ക് ഇങ്ങനെ ബൈ ചെയ്യാം, അല്ലെങ്കിൽ ചാർട്ട് ബേസിൽ ഞാൻ കുറേ പാറ്റേൺ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പ്രൈസ് ആക്ഷൻ ബേസിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുന്നവർക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഓപ്ഷൻ മേടിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, സ്റ്റോക്സ് എങ്ങനെ ബൈ ചെയ്യാം, പ്രൈസ് ആക്ഷൻ ബേസിൽ എങ്ങനെ വാങ്ങാം, ലിക്വിഡിറ്റി, വോളറ്റാലിറ്റി, ഇതെല്ലാം നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ആളുകളോട് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുക. ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നതാണ് ഒരു ട്രേഡറിന് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഓപ്ഷൻ ട്രേഡേഴ്സ് സമ്മിറ്റിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെ വെച്ചിട്ട് ഒരുപാട് ട്രേഡേഴ്സുമായിട്ട് സംസാരിക്കാനും അതുപോലെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് എല്ലാ അവസരവും ഉണ്ടായി. പക്ഷെ എല്ലാവരും പറഞ്ഞത് അവരുടെ സൈക്കോളജി വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതലാണ് അവർക്ക് ട്രേഡിംഗ് ജേർണിയിൽ സക്സസ് ആവാനായിട്ട് സാധിച്ചത്. ഇത്രേ ഉള്ളൂ. ട്രേഡിംഗ് സൈക്കോളജി പഠിക്കുക, ട്രേഡിംഗ് പഠിക്കണം. ട്രേഡിംഗ് പഠിക്കേണ്ട എന്നല്ല, അതിൻ്റെ രീതികൾ പഠിക്കുക, സ്ട്രാറ്റജീസ് പഠിക്കുക, സ്വന്തമായിട്ട് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ട്രേഡിംഗ് സൈക്കോളജി. മൈൻഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. കാരണം ഒരാളുടെ ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നതാണ് അവരുടെ ലൈഫിലെ വിജയവും പരാജയവും. നമ്മളുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ലോസസ് ഒന്നും ഒരു പ്രോബ്ലം അല്ല. കാരണം നമ്മളെ ഒരു ശക്തിക്കും തളർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അവിടെ ട്രേഡിങ്ങിൽ വരുന്ന ചെറിയ ചെറിയ നഷ്ടങ്ങളോ ലാഭങ്ങളോ ഒന്നും നമ്മുടെ മെൻ്റൽ ഹാപ്പിനെസ്സിനെ ഓവറായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല നമ്മൾ ഓക്കെ ആണെങ്കിൽ. ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു നല്ല റാലി കിട്ടി, ഒരു നല്ല പ്രോഫിറ്റ്, അത് അവർ ക്യാപിറ്റൽ ഡബിൾ ആകുന്നത് പോലത്തെ പ്രോഫിറ്റൊക്കെ ചിലപ്പോൾ ബൈയിങ്ങിന് കിട്ടാറുണ്ട്. അതായത് ചിലപ്പോൾ ഒരു 10,000 ഇട്ട് ചെയ്യുന്ന ഒരു ബയർ ചിലപ്പോൾ 20,000 ആയിരിക്കും ഒരു നല്ല റാലി ഉള്ള ദിവസം അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷേ പിറ്റേ ദിവസം വീണ്ടും ഇന്നിവിടെ കിട്ടിയല്ലോ, ഇന്നെനിക്ക് ക്യാപിറ്റൽ ഡബിളായി. അപ്പം മൈൻഡിൽ ആ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും മാർക്കറ്റിൽ കയറുവാണ്, ഇന്നെനിക്ക് ക്യാപിറ്റൽ ഡബിളായി, നാളെയും ആ ഒരു റേറ്റിൽ തന്നെ കിട്ടണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ കിട്ടണം, ആ ഒരു രീതിയിൽ ഇരിക്കുവാണ്. അന്നൊരു കൺസോൾട്ടേഷൻ മാർക്കറ്റാണ് വന്നത്. സോ ക്യാപിറ്റൽ ഡബിളായതും പോയി, ഉണ്ടായിരുന്ന ക്യാപിറ്റലും പോയി. ആ ഒരു സിറ്റുവേഷനിലാണ് വരുന്നത്. കാരണം ഓരോ ദിവസവും മാർക്കറ്റിൻ്റെ ശൈലി വ്യത്യാസമാണ്. പക്ഷേ നമ്മുടെ മൈൻഡ് മാറുന്നില്ല. നമ്മുടെ മൈൻഡിൽ കഴിഞ്ഞ ദിവസം കിട്ടിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കിട്ടിയ ലോസിനെ എങ്ങനെ ഇന്നത്തെ ദിവസം അത് കവർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, അതൊക്കെ നമ്മുടെ മൈൻഡിൽ മാറ്റമില്ല. മാർക്കറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മാർക്കറ്റിൽ കഴിഞ്ഞ ഒരു ദിവസം കിട്ടുന്ന പൈസ പിറ്റേ ദിവസം കളയുന്നു. അല്ലെങ്കിൽ ഒരു 15 ദിവസം കറക്റ്റായിട്ട് ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾ കൃത്യം ഒരു പ്രോഫിറ്റ് എടുക്കുന്നു, എക്സിറ്റ് ആവുന്നു, ഒരുപാട് ട്രേഡുകൾ ചെയ്യുന്നില്ല, റൂൾ ബേസിലാണ്. 15 ദിവസം ട്രേഡ് ചെയ്ത വ്യക്തി 16ാമത്തെ ദിവസം ആ 15 ദിവസം കിട്ടിയ പൈസ മുഴുവനും കളഞ്ഞു കുളിക്കുന്നു. അപ്പോൾ ഈ പൈസ പോകുന്നത് മാത്രമല്ല ഇവിടെ കാര്യം, ആ 15 ദിവസം ട്രേഡ് ചെയ്യാൻ എത്രമാത്രം മെൻ്റൽ സ്ട്രെയിൻ എടുത്തു എന്നറിയാമോ? ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾക്കറിയാം അവരനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഈ 15 ദിവസം ട്രേഡ് ചെയ്ത ആ മെൻ്റൽ സ്ട്രെയിൻ 16ാമത്തെ ദിവസം അതിൻ്റെ 3 ഇരട്ടിയാണ് അനുഭവിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട്. കാരണം ആ കിട്ടിയ പ്രോഫിറ്റ് മുഴുവനും പോവുകയാണ്. അപ്പോൾ 15 ദിവസം അനുഭവിച്ചു വന്ന ആ മെൻ്റൽ സ്ട്രെയിൻ 16ാമത്തെ ദിവസത്തെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ ഫാക്റ്റാണ് ഞാൻ പറയുന്നത്. ആളുകൾ പറയുന്ന വസ്തുതകളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയുന്നത്. വളരെ കഷ്ടമാണ് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വന്നിട്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ്, ചെറിയ 10-25 വയസ്സ്. സത്യത്തിൽ ട്രേഡിങ്ങിൽ ലോസസ് കൂടുതൽ സംഭവിക്കുന്നത് 30-20 ഇടയ്ക്ക് പ്രായമുള്ള ആളുകൾക്കാണ്.
അവർ സത്യത്തിൽ ഒരു അട്രാക്റ്റഡ് ആണ്, മാർക്കറ്റിനോടുള്ള ഒരു അട്രാക്ഷൻ മൂലമാണ് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് തന്നെ. എന്നിട്ട് അവർ അവിടെ ട്രേഡ് ചെയ്യുന്നു, പൈസ പോകുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ഈ പ്രായം, ആ ഒരു പ്രായത്തിലാണ് അവർക്ക് കൂടുതൽ നഷ്ടം വരുന്നത്. പിന്നെ ഒരു കണക്കിൽ മൊത്തത്തിൽ ഇന്ത്യയിലെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ജെൻസ് ലേഡീസ് ട്രേഡ് ചെയ്യുമ്പോൾ ലേഡി ട്രേഡേഴ്സിന് ലോസസ് കുറഞ്ഞു വരുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. മൊത്തത്തിലുള്ള കണക്ക് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ലേഡി ട്രേഡേഴ്സിന് ലോസസ് കുറവാണ്. അതെന്തുകൊണ്ടായിരിക്കും? അവർക്ക് മൈൻഡ് പവർ കൂടുതലായിട്ടാണോ? ആവാം അല്ലേ? ചിലപ്പോൾ അത് മൈൻഡ് പവർ കൊണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു കൺട്രോളിങ് കപ്പാസിറ്റി ഉണ്ടതുകൊണ്ടാണോ? അതിൻ്റെ റീസൺ എനിക്കൊന്നും അറിയില്ല. പക്ഷേ ആ ഒരു കണക്കെടുപ്പിൽ ലേഡി ട്രേഡേഴ്സിനാണ് ലോസസ് കുറവ്. പിന്നെ ഏറ്റവും ലോസസ് ഉണ്ടാക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഒരു 20-നും 35-നും ഇടയ്ക്ക് ഉള്ള ആളുകളാണ്. ജെൻസ് ആയിട്ടുള്ള ട്രേഡേഴ്സാണ് കൂടുതൽ ഹ്യൂജ് ലോസസ് വരുത്തി വെക്കുന്നത്. പിന്നെ ഒരു വസ്തുത എന്ന് പറയുന്നതാണ്, കടം വാങ്ങി ട്രേഡ് ചെയ്യുന്ന വ്യക്തികളിലാണ് ഏറ്റവും ഭീമമായ നഷ്ടം വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. ഇതിൻ്റെ എല്ലാ കണക്കുകളും നമുക്ക് കാണാൻ സാധിക്കും. NSEയുടെ സൈറ്റിലുണ്ട് ഓരോ ട്രേഡേഴ്സിൻ്റെ ട്രേഡ് ചെയ്ത ആ ഒരു കണക്കുകൾ, ലോസസ് വന്നത്. എത്ര കോടി ലോസസ് ആണെന്നറിയാമോ ഈ ലോസസ് ചെറുപ്പക്കാർ വരുത്തി വെക്കുന്നത്? അപ്പം ഈ റിവെഞ്ച് ട്രേഡിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ കടം വാങ്ങി ട്രേഡ് ചെയ്യുന്ന രീതിയിലോട്ട് വരുന്നത്. കാരണം അവർക്ക് എപ്പോഴോ മാർക്കറ്റിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുക, അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും എനിക്ക് കിട്ടും. അത് ചിലർ പറയില്ലേ, ലോട്ടറി അടിച്ചിട്ട് ജീവിക്കാം. ചില ആളുകളുണ്ട്, ഈ ലേസി ആംബിഷ്യസ് ആയിട്ടുള്ള വ്യക്തികൾക്കാണ് ആ ഒരു ടെൻഡൻസി വരുന്നത്. ലോട്ടറി അടിച്ച് കഴിയട്ടെ, അന്ന് ഞാൻ റെഡി ആകാം. എന്നിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുകയാണ് ലോട്ടറി എടുത്തിട്ട്. എന്തെങ്കിലും അവിടെ നടക്കും. ഇത് തന്നെയാണ് ചില ആളുകൾ ട്രേഡിങ്ങിൽ എനിക്ക് എപ്പോഴെങ്കിലും ട്രേഡിങ്ങിൽ നിന്ന് ലാഭം കിട്ടും എന്ന് വിചാരിച്ചിട്ട് വളരെ വലിയ എമൗണ്ട് കടമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതെവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ബൈയിങ്ങിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ എമൗണ്ട് കൊണ്ട് കൂടുതൽ എമൗണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓപ്ഷൻ ബൈയിങ്ങിൽ നിന്ന് കിട്ടും എന്നുള്ള ആ ഒരു ഫീലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഓപ്ഷൻ ബൈയിങ്ങിൽ മറിഞ്ഞിരിക്കുന്ന എന്തൊക്കെയാണ്, അതേക്കുറിച്ച് വ്യക്തമായ പഠനം നടത്തി നോക്കുക. ഇപ്പം ഞാനിത് പറയുന്നതിൻ്റെ ബേസിൽ നിങ്ങളിത് ആരും ചെയ്യണ്ട, ചെക്ക് ചെയ്ത് നോക്കുക. ഓപ്ഷൻ ബൈയിങ്ങിൽ എങ്ങനെയാണ് സംഭവിച്ചത്, ഓപ്ഷൻ ബൈയിങ്ങിൽ നിന്ന് നഷ്ടം വന്നവരുടെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാം. എല്ലാ ഈ ചെറുപ്പക്കാരാണ് ഓപ്ഷൻ ബൈയിങ്ങിലൂടെ നഷ്ടങ്ങൾ വരുത്തി വെക്കുന്നത്. നിങ്ങൾ ഒരു ഓപ്ഷൻ ബൈ 50,000 രൂപയ്ക്ക് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ. ഒരു കോൾ സ്പ്രെഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്കൊരു 25,000 രൂപ കൊണ്ട് ഒരു കോൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഗ്യാരണ്ടി തരാൻ നിങ്ങൾക്ക് ലോസ് വരത്തില്ല. കോൾ സ്പ്രെഡ് ഒന്ന് ചെയ്ത് നോക്കൂ. ആ ഒരു രീതിയിൽ പക്ഷേ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ചിലപ്പം എമൗണ്ട് കുറച്ച് കുറവായിരിക്കും. ഓപ്ഷൻ ബൈയിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്, പക്ഷേ അത് നമുക്ക് ലോസ് വരത്തില്ല. കോൾ സ്പ്രെഡ് ചെയ്ത് നോക്കൂ. ഇപ്പോൾ കോൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഒരുപാട് എമൗണ്ട് വേണ്ട. ഒരു 25,26,000 ഉണ്ടെങ്കിൽ നമുക്ക് കോൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറഞ്ഞല്ലോ, ഒരു 70,000 ഉണ്ടെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫ്യൂച്ചറിൽ നമുക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 70 എബോവ് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ റിസ്ക് കുറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സസ് എടുത്ത് തരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആണല്ലോ. സോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ട്രേഡിങ്ങിൽ അത്യാവശ്യം ജ്ഞാനമുള്ള ആളുകളായിരിക്കും. കാരണം ഞാനൊരു ഇൻട്രോ വീഡിയോസ് അല്ലല്ലോ ചെയ്യുന്നത്, എന്താണ് ട്രേഡിംഗ് എന്നുള്ളൊരു വീഡിയോസ് അല്ലല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാവുന്ന വ്യക്തികളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജിയെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുക, മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം ആ ഒരു രീതിയിലേക്ക് വരിക. അപ്പം ഞാനിത് ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനല്ല. ഒരിക്കലും നമുക്കത് പറയാനുള്ള ഒരു റൈറ്റ് ഇല്ല. എല്ലാവരും അവരവരുടെ തീരുമാനങ്ങൾ അവരവരുടെ ഇഷ്ടങ്ങളാണ് ചെയ്യുന്നത്, അല്ലേ? നമുക്കൊരാളെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ പറയുന്നത് ശരിയാണ്, ആ ഒരു റൈറ്റ് ബേസിലല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. അതുപോലെ കണക്കുകളാണ് പറയുന്നത്. ശരിക്കും നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. ഈ ട്രേഡിംഗ് വേൾഡിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത്ര ലോസസ് വരുന്നുണ്ട്, ഈ ഒരു ഏജ് കാറ്റഗറിയിലാണ് വരുന്നത്, അത് ഓപ്ഷൻ ബൈയിങ്ങിലാണ് കൂടുതൽ ലോസസ് വരുന്നത്. ഇതെല്ലാം കണക്കുകളാണ്. 100% സത്യമായിട്ടുള്ള കണക്കുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനസ്സിലാക്കുക. ട്രേഡിംഗ് ഒരു ഗ്യാമ്പിളിങ്ങേ അല്ല. ഇതൊരു ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു ഗെയിം അല്ല, ക്യാസിനോ അല്ല. അപ്പം നമ്മുടെ ഭാഗ്യവും നിർഭാഗ്യവും എല്ലാം നമ്മുടെ മനസ്സിലാണുള്ളത്. സോ നമുക്ക് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ വൈസ്ലി ചിന്തിച്ച് അത് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ്, ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നവർക്ക്, വ്യക്തമായിട്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു സക്സസ്ഫുൾ ജേർണി വിഷ് ചെയ്യുന്നു. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.